വൈത്തീശ്വരൻ കോവിൽ ഒരു സ്വപ്നയാത്ര. അത്ഭുതകരമായ പരിവർത്തനം ശരീരത്തിന് സംഭവിക്കുന്നത് പോലെയൊക്കെ തോന്നി. ഒരുപക്ഷെ കാൽപ്പനികതയുടെ മതിഭ്രമം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കുമോ എന്ന് ഞാൻ ശങ്കിച്ചു. ഏതായാലും നൃത്തച്ചുവടുകൾ അറിയില്ലെങ്കിലും ഞാനും രാജിയും ശിവൻ്റെയും പാർവതിയുടെയും നൃത്തച്ചുവടുകൾക്ക് പോസ്റ്റ് ചെയ്തു. അവിടെ മുഴുവനും നിറഞ്ഞു നിന്നിരുന്നത് ഒരു തമിഴ് കൾച്ചറായതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള എന്തൊക്കെയോ കലകളോടുള്ളൊരു അഭിനിവേശം പുറത്തേക്ക് ഒഴുകി വരണത് പോലെയാണ് നമുക്ക് തോന്നുക. ശരിക്കും പറഞ്ഞാൽ നൃത്തം പഠിക്കാത്തതിൽ നിരാശയും തോന്നി. ഭരതനാട്യത്തിൻ്റെ ചുവടുകൾ അറിയാതെ നമുക്ക് വന്നു പോയേക്കാവുന്നൊരു അന്തരീക്ഷമായിരുന്നു അത്. ഏതോ ഒരു സുഗന്ധം കൂടെ വരുന്നത് പോലെയും നമുക്ക് മനസ്സിന് തോന്നി. ഉള്ളിലുള്ള ആത്മീയവാദി ഉണർന്നു. അത് ശിവപാർവതിമാരുടെ അനുഗ്രഹമായി കണക്കാക്കാൻ മനസ്സ് പറഞ്ഞത് തികച്ചും സ്വാഭാവികമായി തോന്നിയിട്ടോ. അന്നത്തെ ദിവസത്തിൻ്റെ അനുഗ്രഹമായിരുന്നു അത്. ആളുകളുടെ ബാഹുല്യത്തിനിടയിലൂടെ സൂര്യദേവൻ മറഞ്ഞു പോയതറിഞ്ഞിരുന്നില്ല. രാത്രിയുടെ ഇരുണ്ട നിറച്ചാർത്തുകൾ ആ വലിയ ക്ഷേത്രത്തെ വേറൊരു വ്യൂ പോയിന്റിലാക്കി മാറ്റി. നിറമുള്ള ദീപക്കാഴ്ചകൾക്കിടയിലൂടെ ശിവവാഹനമായ നന്ദി പ്രൗഢഗംഭീരമായി നിലകൊണ്ടിരുന്നു. കാറ്റിൻ്റെ പ്രവാഹത്തിലും തമിഴ് പേശലുകളുടെ ഇടയിലൂടെയും മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ ആ ക്ഷേത്രത്തിനോട് വിട പറഞ്ഞു റൂമിലെത്തി. യാത്ര ചെയ്ത ക്ഷീണമുണ്ടായിരുന്നെങ്കിലും ഉള്ളിലെന്തോ ഒരു പ്രകാശം നിറഞ്ഞു നിന്നിരുന്നു. സംതൃപ്തമായ അന്നത്തെ ദിവസത്തിന് ശേഷം ഞങ്ങൾ രാവിലെ 8:30 മണിയോടെ വീണ്ടും ഒരു യാത്രയ്ക്ക് തയ്യാറായി. അന്ന് ഞങ്ങൾ ആദ്യം പോയത് തഞ്ചാവൂർ ആർട്ട് ഗ്യാലറിയിലേക്കാണ്. 9 മണിക്കായിരുന്നു ആർട്ട് ഗ്യാലറിയുടെ ടൈമിങ്. അതിൻ്റെ ചുറ്റും, ആ തഞ്ചാവൂരിൻ്റെ ചുറ്റും ഞാൻ കൂടുതലും കണ്ടത് പുളിമരങ്ങളായിരുന്നു. ചുറ്റിലും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ദൃഢമായ തണൽ പകരാൻ ശേഷിയുള്ള വലിയ വലിയ പുളിമരങ്ങളാണ് അതിന് ചുറ്റുമുണ്ടായിരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ കാറ്റടിക്കുമ്പോൾ ഒരുപാട് കാറ്റിൻ്റെ സാന്നിധ്യം ചുറ്റുപാട് നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു. ചുറ്റോടും ചുറ്റും നിറയെ ഗൈഡ്സ് അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഒന്നും ആശ്രയിക്കാതെ ഞങ്ങൾ ഉള്ളിൽ പോയി തന്നെ കാണാനായിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ശരിക്കും അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ സാംസ്കാരിക പൈതൃകത്തിൻ്റെ സൃഷ്ടികളായിരുന്നു ആർട്ട് ഗ്യാലറിയിൽ ശരിക്കും ഉണ്ടായിരുന്നത്. പുരാവസ്തുക്കളുടെ ഒരു കമനീയ ശേഖരം. തമിഴ്നാടിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെ കാഴ്ചകളാണ് ആർട്ട് ഗ്യാലറിയിൽ മൊത്തം ഉണ്ടായിരുന്നത്. താഞ്ചൂർ ആർട്ട് ഗ്യാലറി എന്ന പേരിലും പാലസ് ആർട്ട് ഗ്യാലറി എന്ന പേരിലുമാണ് ആർട്ട് ഗ്യാലറി അറിയപ്പെട്ടിരുന്നത്. തഞ്ചാവൂർ പാലസ് കോംപ്ലക്സിലാണ് ആർട്ട് ഗ്യാലറി സ്ഥിതി ചെയ്യുന്നത്. മറാത്ത റൂളേഴ്സിൻ്റെയും നായിക് റൂളേഴ്സിൻ്റെയും താമസ സ്ഥലമായിരുന്നു തഞ്ചാവൂർ പാലസ്. വെങ്കല ശില്പങ്ങളും കല്ലിൽ കൊത്തിവെച്ച ശില്പങ്ങളും മരത്തിലെ കൊത്തുപണികളും ആർട്ട് ഗ്യാലറിയെ ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷറി ആക്കിയിട്ടുണ്ടായിരുന്നു. മുഗൾ രാജ്പുത് താഞ്ചൂർ സ്റ്റൈലിലുള്ള ഇന്ത്യൻ പെയിൻറ്റിങ്സ് എല്ലാം തന്നെ ആർട്ട് ഗ്യാലറിയുടെ മനോഹാരിത കൂട്ടിയിരുന്നു. തഞ്ചാവൂർ ആർട്ട് ഗ്യാലറിയിൽ കയ്യെഴുത്തുപ്രതികളുടെയും അപൂർവ പുസ്തകങ്ങളുടെയും മനോഹരമായ ശേഖരങ്ങൾ ഉണ്ടായിരുന്നു എത്രേ. പ്രാദേശിക സാഹിത്യവും സാംസ്കാരിക പൈതൃകവും സമന്വയമായ രീതിയിൽ വെച്ച് അലങ്കരിച്ച ഒരു ആർട്ട് ഗ്യാലറിയാണ് അത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗവേഷകരായ വിദ്യാർത്ഥികളുടെ തിരക്കായിരുന്നു ലൈബ്രറിക്കടുത്ത്. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ളിൽ പോകാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ സമയവും നമ്മുടെ സമയവും കൂടി അഡ്ജസ്റ്റ് ആവാത്തത് കൊണ്ട് ഞങ്ങൾ ആ ലൈബ്രറിയിൽ കയറാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ എനിക്ക് ഒരു ഗവേഷണ വിദ്യാർത്ഥിയുടെ ഒരു മനസ്സ് ഉണ്ടായിപ്പോയത് തികച്ചും സ്വാഭാവികമാണ്.